ഞാൻ ബ്രെഡും പാലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ് കാണിക്കുന്നത്. ഒരു ഫലൂദ ടൈപ്പിലാട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന രുചിയാണ്. സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇന്നത്തെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊരു സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാൽ മാത്രമല്ല നമ്മളിതിലേക്ക് വെള്ളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്ക്. നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ചേർക്കാം. മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്താൽ മതി. അല്ലെങ്കിൽ പഞ്ചസാരയും മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ പാലൊന്ന് ചൂടായിട്ട് തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് ആ പാല് പകുതിയായിട്ടൊന്ന് വറ്റി വരണം. അപ്പോഴാണ് ഇതിന് കറക്റ്റ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. പാലൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഒരു ബ്രെഡേ വേണ്ട കേട്ടോ. ഈ ഒരു അളവ് ചെയ്യുമ്പോൾ കൂടുതലായിപ്പോയാൽ നല്ല തിക്കായി പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ തരികാച്ചി ഇതൊക്കെ പോലെ നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഓവറായിട്ട് അങ്ങ് തിക്കാക്കണ്ട. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്, എന്നാലും ഓവറായിട്ട് അങ്ങ് തിക്കാക്കണ്ട. ബ്രെഡ് കൂടിപ്പോയാൽ നന്നായിട്ട് തിക്കായി പോവും. ഇത്രയും മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ആദ്യം ഒന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കിവി ഫ്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേപ്സ്, പിന്നെ ഒരു ചെറിയ പീസ് പിയേഴ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ആപ്പിളും. അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. അനാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അനാറിൻ്റെ സീഡ് കുറച്ച് എടുക്കുന്നത് നല്ലതാണ്. കാണുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവും, കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവും. എൻ്റെ കയ്യിൽ അതിൻ്റെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ടേനു. അപ്പോൾ അതുണ്ടെങ്കിൽ അതും കൂടി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സേമിയ വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി സേമിയാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. ഏത് ഫ്രൂട്ടും നിങ്ങൾക്ക് എടുക്കാം. ഇനി സേമിയ മാത്രം വെച്ചിട്ട് ചെയ്താലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡേറ്റ്സും ബദാമും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഫ്രൂട്ടിൻ്റെ മിക്സ്. അപ്പോൾ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ സമയം ഇതൊക്കെ റെഡിയാക്കി എടുക്കും. ഇതിപ്പോൾ ഒരു ഉച്ച സമയമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ നല്ല തണുപ്പോടെ നമുക്ക് സെർവ് ചെയ്യാമല്ലോ. നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് വരണം. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രിങ്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഡ്രോപ്പ് ഇതുപോലുള്ള മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത ഫ്ലേവറാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് വാനില എസൻസ് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ സ്ട്രോബെറിയുടെ എസൻസ്, അതുപോലെ മാംഗോ, ബദാം മിക്സ്, അങ്ങനെ കുറേ ഫ്ലേവറിൽ വരുന്നുണ്ട്. ഞാനിപ്പം പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിസ്ത ഏലാച്ചിയാണ്. അപ്പോൾ ഇതിൽ ഏലാച്ചി ഫ്ലേവർ നന്നായിട്ടുണ്ട്, അതായത് ഏലക്കായുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഏലക്ക ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സ്ട്രോബെറിയോ ബദാം മിക്സോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ ഒരു ഏലക്കയും കൂടി ഇട്ടിട്ട് അടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കൊരു 4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കളർ മതി കേട്ടോ. അപ്പോൾ നല്ല കളർ ആക്കുകയാണെങ്കിൽ ആ ഒരു എസൻസിൻ്റെ ഒരു കുത്തുണ്ടാവും. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊതുവേ നമ്മൾ ഫലൂദക്കൊക്കെ ചേർക്കാറുണ്ടല്ലോ, അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്നാ സ്കിപ്പ് ചെയ്യുന്ന വെച്ചാൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ പൊമിഗ്രാനൈറ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ നോക്കണേ. എൻ്റെ അടുത്ത് ഇല്ലാണ്ടായി പോയി, അതുകൊണ്ടാണ് ചേർക്കാണ്ടുന്നത്.
അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്